ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനഘ. എല്ലാവർക്കും ഡെൻഡോക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ബീറ്റ ഓക്സിഡേഷൻ ആണ്. അതായത് ലിപ്പിഡ് മെറ്റബോളിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് നോക്കാം. നമ്മുടെ ലിപ്പിഡ്സ് ബോഡിയിൽ വെച്ച് മോസ്റ്റ്ലി ഓക്സിഡൈസ് ചെയ്യുന്നത് ബീറ്റ ഓക്സിഡേഷൻ വഴിയാണ്. സോ നമുക്ക് എന്താണ് ഡെഫിനിഷൻ എന്ന് നോക്കാം. ബീറ്റ ഓക്സിഡേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് on the beta carbon atom. This result in the sequential removal of a 2 carbon fragment and acetyl-CoA. ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് 3 സ്റ്റേജിലായിട്ടാണ്. ഒന്നാമത്തേത് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഒക്കറിങ് ഇൻ ദ സൈറ്റോസോൾ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ദിസ് ഫാറ്റി ആസിഡ് ഇൻ ടു മൈറ്റോകോൺഡ്രിയ. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ബീറ്റ ഓക്സിഡേഷൻ പ്രോപ്പർ ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായ ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഫാറ്റി ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ് ടു അസൈൽ-CoA ബൈ തയോകൈനേസസ് ഓർ അസൈൽ-CoA synthetases. The reaction occurs in 2 steps and requires ATP, coenzyme A and magnesium. Fatty acid react with ATP to form acyl adenylate, which then combines with the coenzyme A to produce acyl-CoA. Here, 2 high-energy phosphates are utilized since ATP is converted to pyrophosphate. The enzyme inorganic pyrophosphatase hydrolyzes this pyrophosphate to phosphate. The immediate elimination of pyrophosphate makes this reaction totally irreversible. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൻ്റെ ഫ്ലോ ചാർട്ടിലേക്ക് പോകാം. ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ദിസ് ആക്ടിവേഷൻ പ്രോസസ് ഒക്കർ ഇൻ 2 steps. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫാറ്റി ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസൈൽ അഡെനിലേറ്റ് ബൈ ദ തയോകൈനേസ് എൻസൈം, ആൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ദിസ് അസൈൽ അഡെനിലേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസൈൽ-CoA. Here 2 ATP molecule is utilized as well as coenzyme A is utilized. In the first step itself, the pyrophosphate is converted into phosphate by pyrophosphatase enzyme. So this is the step of activation of fatty acid to acyl-CoA. ഇനിയുള്ളത് സെക്കൻഡ് സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി അസൈൽ-CoA ഫ്രം സൈറ്റോസോൾ ഇൻ ടു ദ മൈറ്റോകോൺഡ്രിയ. The inner mitochondrial membrane is impermeable to fatty acid. So, a specialized carnitine carrier system operates to transport activated fatty acid from cytosol into the mitochondria. സൈറ്റോസോളിൽ നിന്ന് മൈറ്റോകോൺഡ്രിയയിലേക്കുള്ള ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നത് 4 സ്റ്റെപ്പിലൂടെയാണ്. ഏതൊക്കെയാണ് സ്റ്റെപ്പ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അസൈൽ ഗ്രൂപ്പ്സ് ഫ്രം അസൈൽ-CoA ഈസ് ട്രാൻസ്ഫർഡ് ടു കാർണിറ്റൈൻ to form acyl carnitine catalyzed by the carnitine acyl transferase 1, which is in the outer mitochondrial membrane. And the second step is acyl carnitine is then shuttled across the inner mitochondrial membrane by a translocase enzyme. And the third step is the acyl group is transferred back to coenzyme A in the matrix by carnitine acyl transferase 2. Finally, the carnitine is returned to the cytosolic site by translocase in exchange for an incoming acyl carnitine. ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആകും. സൈറ്റോസോളും മൈറ്റോകോൺഡ്രിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൈറ്റോസോളിൽ വെച്ചിട്ട് അസൈൽ-CoA ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസൈൽ കാർണിറ്റൈൻ വിത്ത് ഹെൽപ്പ് ഓഫ് കാർണിറ്റൈൻ അസൈൽ ട്രാൻസ്ഫറേസ് 1, and it is transported across the membrane to mitochondrial matrix by specific carrier protein. And in the mitochondrial matrix, this acyl carnitine is converted into acyl-CoA and carnitine, and the carnitine released return to the cytosol for the reuse. ഇനിയുള്ളത് പ്രോപ്പർ ബീറ്റ ഓക്സിഡേഷൻ ആണ് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ച് നടക്കുന്നത്. ഇത് 4 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓക്സിഡേഷൻ ബൈ FAD linked dehydrogenase. Second step is hydration by hydratase. And third step is oxidation by NAD linked dehydrogenase. And fourth step is thiolytic cleavage. ഇനി നമുക്ക് ഓരോ റിയാക്ഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് റിയാക്ഷൻ ഈസ് ദ ഓക്സിഡേഷൻ ഓഫ് അസൈൽ-CoA by an acyl-CoA dehydrogenase to give a alpha beta unsaturated acyl-CoA, അതായത് enoyl-CoA,
ഹിയർ FAD ഈസ് ദ ഹൈഡ്രജൻ ആക്സെപ്റ്റർ. നമുക്ക് ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് the second reaction is the hydration of the double bond to beta hydroxy acyl CoA. നമുക്കൊരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ഹൈഡ്രേഷൻ കാണാൻ സാധിക്കും. ഇനോയിൽ കോയ ഹൈഡ്രേറ്റേസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത്. ഇനിയുള്ളത് തേർഡ് റിയാക്ഷൻ ആണ്. തേർഡ് റിയാക്ഷൻ ഈസ് ദ ഓക്സിഡേഷൻ ഓഫ് ദിസ് ബീറ്റ ഹൈഡ്രോക്സി അസൈൽ CoA to produce beta keto acyl CoA. Here the enzyme is beta hydroxy acyl CoA dehydrogenase. It is an NAD dependent reaction. The fourth reaction is cleavage of the two carbon fragment by splitting the bond between alpha and beta carbon by thiolase enzyme. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് ആ ഒരു ബോണ്ട് സ്പ്ലിറ്റ് ആവുന്നത് എന്നുള്ളത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ ബീറ്റ ഓക്സിഡേഷൻ്റെ സ്റ്റെപ്പാണ്. നമ്മുടെ ഈ 4 സ്റ്റേജും കൂടി ഒരുമിച്ചാണ് ഈ ഒരു ചിത്രത്തിൽ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു എൻറ്റയർ റിയാക്ഷനിൽ ദ റിലീസ് ഓഫ് അസറ്റൈൽ CoA ലീവ്സ് എൻ അസൈൽ CoA മോളിക്യൂൾ ഷോർട്ടൻ ബൈ 2 carbons. This acyl CoA molecule is the substrate for the next round of oxidation starting with acyl CoA dehydrogenase. Repetition continues until all the carbon of the original fatty acyl CoA are converted to acetyl CoA. In the last round, a 4-carbon acyl CoA is cleaved to 2-acetyl CoA. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു റിയാക്ഷൻ്റെ എനർജറ്റിക്സ് ആണ്. നമ്മൾ എക്സാമ്പിളായിട്ട് പാൽമിറ്റിക് ആസിഡ് എടുക്കുകയാണ്. 16 കാർബണുള്ള പാൽമിറ്റിക് ആസിഡ് ആകുമ്പം beta oxidation of palmitic acid will be repeated 7 cycles producing 8 molecules of acetyl CoA. In each cycle, FADH2 as well as NADH+ is produced and will be transported to the respiratory chain. So FADH2 equal to 2 ATP, NADH+ H+ equal to 3 ATP. So 7 cycle, that means 5 into 7, 35 ATP. Each acetyl CoA which is oxidized in citric cycle gives 12 ATP, that is 8 into 12, 96 ATP. Then 2 ATP are utilized in the activation of fatty acid. It occurs once. So energy gain equal to energy produced minus energy utilized. So 35 ATP plus 96 ATP minus 2 ATP which is equal to 129 ATP. So the total energetics is to 129 ATP എനർജി ഗെയിൻ ആണ് ഇവിടെ ഉള്ളത്. ഇത്രയുമാണ് ബീറ്റ ഓക്സിഡേഷനെ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ഞങ്ങളെ അറിയിക്കുക. താങ്ക്